ഒരു കൂട്ടം സമ്പന്നരായ കൃഷിക്കാർക്ക് വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് എന്നാണ്. തികച്ചും അവാസ്തവമാണത്. കൃഷിക്കാർക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്തതിന്റെ ഫലമായി ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുമ്പോൾ ഒരാശ്വാസമാണ് തൊഴിലുറപ്പ് പദ്ധതി. മണ്ണ് ജല സംരക്ഷണ പദ്ധതികളും കാർഷിക മേഖലയിൽ പ്രത്യേകമായി പരിരക്ഷ വേണ്ടുന്ന പ്രവൃത്തികളും ഇനിയിപ്പോ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏത് പദ്ധതി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ സംസ്ഥാനങ്ങൾക്കില്ല. ഇനി അവിടുന്ന് തീരുമാനിക്കും. പ്രധാനമന്ത്രി പ്രത്യേകമായി നിയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇനി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ഏതെന്ന് നിർണയിക്കുന്നത്. അതാണ് ഇനി വരാൻ പോകുന്നത്. അത് ഏറ്റവും വലിയ ആപത്താണ് സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലറക്കുന്ന പദ്ധതിയാക്കി മാറ്റുകയാണ് ഈ BBG-RAM എന്ന് പറയുന്ന പദ്ധതി. അതിന്റെ പേര് കേന്ദ്ര ഗവൺമെന്റ് മാറ്റേണ്ടിയിരിക്കുന്നു. BBG എന്ന പദ്ധതിയാക്കിയിട്ട് മാറ്റണം. കാരണം അറക്കുന്ന കൂട്ടത്തിലാണ് ഗോഡ്സെ, മനുഷ്യനെ കശാപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഗോഡ്സെ. അറക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നവരായി ഇന്നിപ്പോ RSS നയിക്കുന്ന BJP മാറി. അതുകൊണ്ടാണ് തൊഴിലിന് ഉറപ്പ് നൽകുകയല്ല, തൊഴിൽ അറക്കുന്നതാണ് എന്നീ പദ്ധതിയെ പറ്റി വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തും അതിന്റെ സവിശേഷതകൾ കണക്കിലെടുക്കാതെയാണ് പദ്ധതികൾ തയ്യാറാക്കുക. അങ്ങനെ വരുമ്പോ നമ്മുടെ സംസ്ഥാനം മണ്ണ് ജല സംരക്ഷണവും കാർഷിക വൃത്തിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് ഇനി അംഗീകാരം ഉണ്ടാവില്ല. മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന പദ്ധതി അല്ലാതെ ഓരോ സംസ്ഥാനത്തിന്റെയും സവിശേഷതകൾക്കനുസരിച്ചുള്ള പദ്ധതി അല്ലാതെ പദ്ധതി തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മാത്രമല്ല, ഇതിൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണ്. ഗ്രാമങ്ങളിലാണ് ആസൂത്രണം. അതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. അതുകൊണ്ടാണ് അധികാര വികേന്ദ്രീകരണ നിയമം കേരളത്തിൽ നടപ്പാക്കുന്ന ഘട്ടത്തിൽ 1996 ഇടതുപക്ഷ ഗവൺമെന്റ് അന്ന് തദ്ദേശ മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി 45 നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സമഗ്രമായ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും ഈ കേരളത്തിൽ കൊണ്ടുവന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമസഭ, വാർഡ് സഭ. ജനങ്ങൾ ഒത്തുകൂടുന്ന ഗ്രാമസഭകളിൽ നിന്നാണ് പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. ഇനി മുതൽ അതുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യത്തെ ഗ്രാമസഭാ യോഗം ചേരുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന ഈ പുതിയ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് കേരളം ഒറ്റക്കെട്ടായി പാസാക്കേണ്ടത്. ഇതിലൊരു രാഷ്ട്രീയവുമില്ല. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ യോജിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഈ പദ്ധതി 2005 നടപ്പാക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ ഈ പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് അനുവദിച്ചത്. എല്ലാ ചെലവും കേന്ദ്ര സർക്കാരാണ്. പിന്നീട് പദ്ധതിക്ക് വേണ്ടിയിട്ട് ചില ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ, മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരുമ്പോൾ അതിനുള്ള തുക സംസ്ഥാനം വഹിക്കണമെന്നായി തീരുമാനം. അത് ചെറിയ തുക സംസ്ഥാനം ഓരോ പദ്ധതിയുടെയും പ്രത്യേകതകൾ നോക്കിയിട്ട് വാങ്ങേണ്ടി വരും. അതിന് സംസ്ഥാന സർക്കാർ അനുവദിക്കാം. പക്ഷെ ഇപ്പോ ഈ പദ്ധതിയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും എന്ന് പറയുമ്പോൾ കേരളത്തിന് പ്രതിവർഷം 1500 മുതൽ 2000 കോടി രൂപ വരെ അധിക ചെലവുണ്ടാവുകയാണ്.
കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതിക്കും പണം വെട്ടിക്കുറക്കുന്നത് മൂലം പ്രയാസപ്പെടുന്ന, സാമ്പത്തിക പ്രയാസത്തിന്റെ നടുവിൽ കഴിയുന്ന, കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം നേരിടുന്ന 1,70,000 കോടി രൂപ അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിച്ചതിൽ പ്രയാസപ്പെടുന്ന സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതല്ല ഈ 1,500 മുതൽ 2,000 കോടി രൂപ വരെ ഓരോ വർഷവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? കോൺഗ്രസുകാർ നാട്ടിൽ വന്ന് പറയും, വീടുകളിൽ പറയും, ഇതാ തൊഴിലുറപ്പ് പദ്ധതിയും പിണറായി വിജയൻ സർക്കാർ ഇല്ലാതാക്കുകയാണ്. SIR നടപ്പാക്കിയത് പിണറായി വിജയൻ സർക്കാരാണെന്ന് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്തവർ 2 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരവേല നടക്കുമ്പോൾ വീട് കയറി പറയാൻ പോകുന്ന ഒരു ആപത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രതിപാദിച്ചത്. SIR കേന്ദ്ര ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമത്തെ തുറന്ന് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ വളഞ്ഞ വഴിയിലൂടെ കണ്ടെത്തിയ ഒന്നായിരുന്നു. വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക, കടും വിട്ട് അർഹതപ്പെട്ട വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കൽ. നാം കരുതിയത് കേരളത്തിലാണ് ബീഹാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ വോട്ടർ പട്ടികയിൽ നിന്ന് SIR-ലൂടെ നീക്കം ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനകം വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് SIR-ലൂടെ എന്യൂമറേഷൻ ഫോറം പോലും കൊടുക്കാത്ത, അതുകൊണ്ട് തന്നെ മാപ്പിംഗ് നടത്താൻ കഴിയാത്ത 23,40,000 പേരും ഒപ്പം 24 ലക്ഷം പേർ കണ്ടെത്താൻ കഴിയാത്തവരായി ഇക്കഴിഞ്ഞ 18-ാം തീയതി ചീഫ് ഇലക്ടറൽ ഓഫീസർ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതുമായ എണ്ണം മാത്രമാണെന്നാണ് നമ്മൾ കരുതിയത്. രണ്ടും ചേർന്നാൽ ഏതാണ്ട് 48 ലക്ഷം. 65 ലക്ഷമായിരുന്നു ബീഹാറിൽ. എന്നാൽ ഇതാ ഇന്നത്തെ റിപ്പോർട്ട് ഭയാനകമാണ്. കടും വെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ SIR-ന്റെ ഭാഗമായി ASD എന്ന് പറഞ്ഞാൽ A absence, S shifted, D deleted, ഇങ്ങനെ അറിയപ്പെടുന്ന ASD എന്ന ലിസ്റ്റിൽ വന്നത് 97 ലക്ഷമാണ്. ഇപ്പൊ ജനാധിപത്യത്തെ പോലും കടുംവെട്ടിലൂടെ നേരിടുന്നവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന പാവങ്ങളെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമോ? ആ പാവങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത പാവങ്ങൾക്ക് ഇനി തൊഴിൽ കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നിയമം ഭേദഗതി ചെയ്ത് പുതുതായി കൊണ്ടുവന്ന VBG ഗോഡ്സെ ജി എന്നറിയപ്പെടുന്ന ആ നിയമം ഭേദഗതി ചെയ്യലല്ല, റദ്ദാക്കലാണ് വേണ്ടത് എന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ തുടങ്ങിയ ആദ്യത്തെ കടുംവെട്ട് ഫണ്ടിലായിരുന്നു. ഫണ്ട് വെട്ടിക്കുറച്ചു. രണ്ടാമത്തെ കടുംവെട്ട് എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യാൻ പോകുന്നവരുടെ എണ്ണം കുറയ്ക്കൽ. ഒരു മാർഗം എടുത്തത് അവർ ആധാറുമായി ലിങ്ക് ചെയ്തു. ഏതാണ്ട് 8 കോടിയിലധികം പേരെ വെട്ടി. പിന്നീട് അവർ ചെയ്തത് ജിയോ ടാഗും ഫോട്ടോ എടുപ്പുമാണ്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ പണി എടുക്കാൻ രാവിലെ ആരംഭിച്ചാൽ പണി തുടർന്ന് പോകുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറമാണ് പണി അവസാനിക്കുക. ആ അവസാനിക്കുന്ന ഘട്ടത്തിൽ അവർ പണി കഴിഞ്ഞതിന് ശേഷം പണി ആരംഭിച്ച സ്ഥലത്ത് പോയിട്ട് വേണം ജിയോ ടാഗും അതുപോലെ തന്നെ ഫോട്ടോ എടുപ്പ് നടത്താൻ. ഇങ്ങനെ 3 കടുംവെട്ടാണ് BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആരംഭിച്ചത്. അവസാനത്തെ കടുംവെട്ടാണ് 125 ദിനം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു.
കാർഷിക സീസണുകളിൽ 60 ദിവസം പണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 65 ദിവസമാണ് പണി ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റ പ്രതിഷേധാർഹമായ ഒരു നിയമമാണ്. ആ നിയമം പ്രസിഡന്റ് ഒപ്പിട്ടതോടുകൂടി നടപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ നിയമം റദ്ദാക്കണം. ഈ നിയമം റദ്ദാക്കാൻ വേണ്ടിയുള്ള ഉശിരൻ പോരാട്ടമാണ് ഇടതുപക്ഷവും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ നാട്ടിൽ നടത്തേണ്ടത്. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.